ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത്, ഞാൻ 96 ഇവിടെ എത്തിയതാണ്. അന്ന് മുതൽ കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യകാലത്ത് ഇവിടെ ഗസ്റ്റുകളെ കിട്ടാനാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. ബിക്കോസ് ഇത്രയും റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളന്ന് ആ ഒരു രാജകുമാരി പഞ്ചായത്തിനടുത്തുള്ള ഒരു ചെറിയ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനോടടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഈ കോളേജിൽ 98 വർഷത്തെ യൂണിയനാണ് എൻ്റെ ഓർമ്മയിൽ വരിക. അരുൺ, എൻ്റെ സ്റ്റുഡൻ്റ് തന്നെയായിരുന്നു അരുൺ, ശിവപ്രസാദ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടീം. നിങ്ങളാരും വരെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു തന്നു. അവർ അതായത് ഒരു കോളേജിൻ്റെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നടക്കുകയാണ്. ഒരാളെയും കിട്ടുന്നില്ല. ഞാനും പ്രേംലാൽ സാറും ഒന്നിച്ച് താമസിക്കുന്ന ആ റൂമിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ആരെയും രാജകുമാരിയിൽ എവിടെ കണ്ടു. പെട്ടെന്ന് പ്രേം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു വണ്ടി എടുത്ത് എറണാകുളത്ത് വരെ പോകാമോ? അത് എങ്ങനെയെങ്കിലും നോക്കാം സാറേ. ആരെ വിളിക്കാനാണ്? നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നാൽ അതൊരു നോട്ടബിൾ പേഴ്സൺ അല്ലെ, നോട്ടീസബിൾ പേഴ്സണാണ്, നവാബ് രാജേന്ദ്രൻ. എന്താണ് നവാബ് രാജേന്ദ്രൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ചുമ്മാ കേസ് കൊടുക്കുകയാണ്. ശല്യക്കാരനായ വ്യവഹാരി എന്നുള്ള രീതിയിൽ പേര് കേട്ട നവാബ് രാജേന്ദ്രൻ ഇപ്പം ജീവനോടെ ഇല്ല. നവാബ് രാജേന്ദ്രനെ ജസ്റ്റ് ഒരു വണ്ടി കൊണ്ട് കൊടുത്ത് കാണേണ്ട രീതിയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കാണേണ്ട രീതിയിൽ കണ്ടാൽ ഇങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അത് ഓൾമോസ്റ്റ് അന്ന് അദ്ദേഹത്തെ കൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യാം. സാറേ, ആർട്സ് ക്ലബ് ആരെ കൊണ്ട് ഇനോഗ്രേറ്റ് ചെയ്യും? അന്നാണ് ടൈറ്റാനിക് ഇറങ്ങിയ കാലഘട്ടമാണ്. അതായത് നമ്മുടെ ആദ്യം വളരെ പോപ്പുലറായ ഫിലിം ടൈറ്റാനിക് ഇറങ്ങിയ കാലഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങൾ പല അനുഭവങ്ങളും കോളേജുകളിലൊക്കെ ഉള്ളത് വെച്ച് ഷെയർ ചെയ്തപ്പോൾ ടൈറ്റാനിക്കിൻ്റെ സംവിധായകൻ ജെയിംസ് കാമറൂൺ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് നമുക്കൊരാളെ അങ്ങ് അവതരിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ റൂമിലിരുന്ന് ഗൂഢാലോചന ചെയ്തതാണ്. നേരെ മൂന്നാറിന് വെച്ച് പിടിച്ചു അടുത്ത വണ്ടി. അവിടെ ചെന്ന് ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടെത്തി നേരെ രാജകുമാരി കോളേജിൽ എത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ത്രയാപ്പിൾട്ടണ്ണോ ഏതാണ്ടൊരു വലിയൊരു പേരും പറഞ്ഞു. എന്താണെന്ന് നമുക്ക് ഇപ്പോഴും ഓർമ്മയില്ല, ഞാൻ ഏകദേശം പറയാം. അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹം ഈ ക്യാമറ ക്രൂവിൻ്റെ മെയിൻ ആളായിരുന്നു, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത സമയത്ത് ജെയിംസ് കാമറൂണിൻ്റെ വലങ്കൈയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. മൂന്നാർ കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ കോളേജിലേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഗസ്റ്റ് ബുക്കിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് സൈൻ ചെയ്തതൊക്കെ കിടപ്പുണ്ട്. പക്ഷേ എനിക്കും പ്രേമിനും നിൽക്കുന്ന ഒരു 5-6 പേർക്കും മാത്രമേ അറിയുള്ളൂ ഇയാൾ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ഇതിലെ മൂന്നാർ കാണാൻ വന്ന ഒരു ഭാര്യയും ഭർത്താവും. ഒരു പക്ഷേ ഇവിടെ വന്ന് പറഞ്ഞു, എന്താ പറയണ്ട, ജെയിംസ് കാമറൂൺ വാസ് വെരി ഇന്നതാണ് മറ്റേതാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അയാൾ ഇന്നത് ചെയ്തു, ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഇന്നതായിരുന്നു, ഇതൊന്നും ഇയാൾ ചെയ്തതല്ല. അപ്പോൾ അങ്ങനെ രാജകുമാരി കോളേജിലെ ഗസ്റ്റുകൾ വന്ന ചരിത്രമുള്ള സമയത്ത് ഇന്നിപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മേ ബി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എന്ന് പറയുമ്പോൾ രാജകുമാരിയിലെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്കൊക്കെ മുമ്പിൽ ഞാനൊരു പരുക്കൻ വേഷം അണിഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വേണ്ടി വരും. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് മുറുകിയില്ല എങ്കിൽ ഒരു കോളേജിൻ്റെ നടത്തിപ്പ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടത്തിപ്പ് ഒരാൾ മുറുകയും ബാക്കിയുള്ളവർ അയയുകയും ചെയ്യുന്ന ഒരു സമീപനം തന്നെയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. ഓക്കെ, ആരെങ്കിലുമൊക്കെ ഒന്ന് മോശമായാൽ അല്ലെങ്കിൽ നമ്മൾ പറയും ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് അന്ന് മുതൽ എന്താ പറയണ്ടേ, മോശമാകാനുള്ള ആ ഒരു രീതി ഞാനങ്ങ് ഏറ്റെടുത്തു, സ്വയം എടുത്ത് അണിഞ്ഞതാണ്. ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയും കൂടെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിക്കപ്രതിയില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അവിടെ ഓരോ കോളേജിൻ്റെ വെളിയിൽ അങ്ങോട്ട് ഇറങ്ങി ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവെക്കുക ചെയ്യുന്ന, അടുത്ത പണി കിട്ടിയല്ലോ ദൈവമേ. ബിക്കോസ് നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളതൊന്ന് കൺട്രോൾ ചെയ്തെടുക്കണമെങ്കിൽ ശിക്ഷാ നടപടികളില്ലാതെ ഒരു കോളേജിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ നടക്കുന്ന ഓരോ അടിയും എൻ്റെ നെഞ്ചത്തിട്ട് കിട്ടുന്ന പോലെ തന്നെ അടി കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ടെൻഷൻ അനുഭവിച്ചത് ഞാൻ തന്നെയാണ് പലപ്പോഴും. അപ്പോൾ അങ്ങനെ രാജകുമാരി കോളേജിൽ എന്താ പറയണ്ടേ, ഒരു പരുക്കനായ അധ്യാപകൻ. ഞാൻ പരുക്കനാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ സ്റ്റുഡൻസും എൻ്റെ സുഹൃത്തുക്കളും വിലയിരുത്തട്ടെ. പക്ഷെ പരുക്കൻ ആയിട്ട് അഭിനയിച്ചേ പറ്റൂ ചില സമയത്ത്. ചില വേഷങ്ങൾ എടുത്തണിയുന്നു, ഇന്ന് അണിഞ്ഞ പോലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മുഖം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ സ്ഥാപനത്തിന് കൊടുത്ത എൻ്റെ ഇമേജ് ഞാൻ കളഞ്ഞിട്ട് ഇറങ്ങിയത് കൊണ്ട് സംഭവിച്ചതാണ്.
ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു HOD ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വേഷം കെട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം വരില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് വരുമ്പോൾ ഉണ്ടായ പക്ഷേ അതിപ്പോൾ ഞാൻ പലപ്പോഴും ഇന്നും ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ ഇട്ടപ്പോൾ വന്ന കമൻറ്റുകൾ വായിച്ചാൽ ശരിക്കും ഇലക്ട്രോണിക്സിൽ പഠിച്ച പ്രവീൺ നായരുടെ ഒരു കമൻ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. എന്തോ 99 ഞാൻ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട്. അതല്ല, അതൊക്കെ കാണുമ്പോൾ രാജകുമാരി എൻ്റെ കൺമുന്നിലൂടെ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്ന അറിയുന്നില്ല. തീർച്ചയായിട്ടും ഏറെ അഭിമാനത്തോടെ ഈ ഒരു കോളേജ് യൂണിയനിലെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു. എൻ്റെ അവസാന ഔദ്യോഗിക മീറ്റിംഗാണ്. ഓക്കെ. അപ്പോൾ ഇനി കോളേജ് യൂണിയനിലേക്ക് വരാം. കോളേജ് യൂണിയൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കോളേജിലെ കുട്ടികളുടെ യൂണിറ്റി കാണിക്കുന്നതാണ്. ഞാൻ ഒരിക്കൽ ഇവിടെ സംസാരിച്ചതാണെന്ന് തോന്നുന്നു. ആ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് കോളേജ് അല്ലെങ്കിൽ കോളേജിലെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കോവിഡിന് ശേഷം എന്താ പറയണ്ടേ, ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ആർട്സ് ഡേ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഡേ അല്ലെങ്കിൽ അവസാനം ഒരു കോളേജ് ഡേ, ഇതൊഴിച്ച് ബാക്കി ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വർഷം യൂണിയൻ വന്നപ്പോൾ നമ്മൾ അവരോട് ഇപ്പോൾ ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഇത് വന്നപ്പോഴും ഞാൻ ആകെ പറഞ്ഞത്, എല്ലാവരും കൂടെ സഹകരിച്ചാൽ മാത്രമേ കോളേജ് യൂണിയനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ അഭിദേവിനോട് പറഞ്ഞ ഇതാണ്, കുട്ടികളെ ഒന്നിച്ച് നിർത്തുക. ഒന്നിച്ച് നിർത്തുമ്പോഴാണ് ആ ഒരു ഹാർമണിയിൽ നിന്നാണ് നമ്മുടെ കോളേജിന് മെച്ചപ്പെടൽ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ്. അതോടൊപ്പം ഏബിളായിട്ടുള്ള ടീച്ചേഴ്സ് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ആതിര, പിന്നെ അതേപോലെ ബിൻസി, ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട് കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ നാക് അക്രഡിറ്റേഷൻ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ കുട്ടികൾ നമ്മളും ചേർന്നാൽ, എല്ലാവരും കൂടെ ചേർന്നാൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാവുന്ന രീതി. ഞാൻ കളിയാക്കി പലപ്പോഴും പല കമൻറ്റുകളും ക്ലാസ്സിൽ പറയാറുണ്ട്, അത് വിട്ടേക്ക്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജനുവരിക്ക് ശേഷം ഞാൻ എൻ്റെ പല കുട്ടികളെയും എൻ്റെ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ജനുവരിയിൽ നാക്, ഫെബ്രുവരിയിൽ ആർട്സ് ഡേ, അതിനുശേഷം ഇങ്ങോട്ട് നോക്കി. അപ്പം നമ്മൾ പഠിപ്പിച്ചു പോകുന്നത് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ടീച്ചിങ് തന്നെയാണ്. ഓക്കെ. ആ നിലയ്ക്ക് മറ്റുള്ളതിനൊന്നും ഞാൻ തടസ്സം നിന്നിട്ടില്ല, പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ പഠിച്ചു വരണം. ഞാൻ ഈ കോളേജ് യൂണിയനിലെ നമ്മുടെ ചെയർമാനെയും അശ്വിൻ റജിയും ഒക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, മോനെ ക്ലാസ് ആണോ കോളേജിലാണോ അതോ പഠിക്കുകയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ പണി എന്നുള്ള രീതിയിൽ, ബിക്കോസ് എപ്പോഴും പുറത്താണ് അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ മേ ബി ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരോടും ചോദിക്കാറുണ്ട്, ഇത് ക്ലാസ്സൊന്നും ഇല്ലേ, ക്ലാസ്സിൽ കയറുമൊന്നും വേണ്ടേ എന്ന്. പക്ഷേ അങ്ങനെ ആരെങ്കിലുമൊക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ വേഷം കെട്ടി ഇറങ്ങിയാൽ മാത്രമേ ഈ യൂണിയൻ പോലെയുള്ള കാര്യങ്ങൾ സക്സസ് ആകും. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മളുടെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ ഇവർ കാണിച്ച താല്പര്യമാണ്. ഓരോ ഇവൻറ്റ് ചെയ്യുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നാൽ, ഒരു ദിവസം മുന്നേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സാധാരണ ഞാൻ വാഗ്ദാനം ചെയ്യും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ച് നിന്നാൽ, എല്ലാവരിൽ നിന്നും പൈസ വരുമ്പോഴാണ് ഒരു കോളേജിൻ്റെ യൂണിയൻ ആവുന്നത്. ഇല്ലെങ്കിൽ അത് ബികോമിൻ്റെ യൂണിയൻ ആവും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിൻ്റെ യൂണിയൻ ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം യൂണിയൻ ആവും. അങ്ങനെ വരരുത്, ഒരു കോഴ്സിൻ്റെ ആകരുത്, ഇത് കോളേജിൻ്റെ യൂണിയനാണ്. അപ്പോൾ പുറകോട്ട് മാറി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ നിയമാവലിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് പറ്റും. ബിക്കോസ് ഇത് മാഗസിൻ ഉൾപ്പെടെ ഇറങ്ങണമെങ്കിൽ എത്ര ലക്ഷങ്ങളുടെ ചിലവാണ് വരുന്നത്, ഒരു ബഡ്ജറ്റ് ഇട്ട് വരുമ്പോഴേ അറിയുള്ളൂ. അവിടെ ആരെങ്കിലുമൊക്കെ പിന്നോക്കം മാറി നിൽക്കുന്നുവെങ്കിൽ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു 100% ഞാൻ ചെയ്തിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകളും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1-2 വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഇവർ ചെയ്തു കൂട്ടിയ ഈ നല്ല പ്രവർത്തികളെ നമ്മൾക്ക് മാതൃകയാക്കി മുന്നോട്ട് പോകണം. ഒരു യൂണിയൻ എന്താകണം അല്ലേ, എന്തെല്ലാം ഒരു സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അടുത്ത ദിവസം മുതൽ പരിപാടി തുടങ്ങിയതാണ് അല്ലേ. ക്രിസ്മസ്, അതിനുശേഷം ഇങ്ങോട്ട് സ്പോർട്സ് ഇവൻറ്റ്സ്, കോളേജ് ഡേ, ഇനോഗ്രേഷൻ. ഞാൻ മുമ്പേ പറഞ്ഞ ഒരൊറ്റ വശം, നമ്മുടെ സാമ്പത്തിക വശം വീക്കാണെങ്കിൽ ദയവ് ചെയ്ത് എനിക്കൊരു റിക്വസ്റ്റ്, ഇനി അങ്ങോട്ട് ഞാനിപ്പോൾ കോളേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്, എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്, അന്ന് നടത്തിയ ഇനോഗ്രേഷൻ പോലെയുള്ള ചെറിയ ചെറിയ പരിപാടി, ഒരു 5 മിനിറ്റ് ഒരു കക്ഷി ഇവിടെ വന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു. ഞാൻ ആരുടെയും കഴിവുകളെ ചോദ്യം ചെയ്യല്ല, ബുക്ക് കയറി അത് ചെയ്തു ഇത് ചെയ്തു, ഇതൊക്കെ ഞാനും ഫ്രണ്ട് എന്ന് ആസ്വദിക്കുകയാണ്, കഴിവുള്ളവനാണ്. പക്ഷെ നമ്മളുടെ പൈസ എത്രയാണ് കൊണ്ടുപോയതെന്ന് ആലോചിക്കുക, ചിന്തിക്കേണ്ട കാര്യമല്ലേ. 45,000 അല്ലെ 40,000-ന് മേളിൽ ഒരു എമൗണ്ട് ആ ഒരു പർട്ടിക്കുലർ വ്യക്തി കൊണ്ടുപോകുന്നുവെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിലെ ഒരു പ്രതിഭ ഇനോഗ്രേറ്റ് ചെയ്താൽ എന്താണ് തെറ്റ്? അടുത്ത വർഷം യൂണിയനിൽ നമ്മുടെ കോളേജിൽ നിന്നുള്ള ഒരു പ്രതിഭ ഇനോഗ്രേറ്റ് ചെയ്താൽ ഒരു തെറ്റും പറയാനില്ല. പക്ഷെ നിങ്ങൾ ഈ പറയുമ്പോൾ തേങ്ങ എറിഞ്ഞ് താഴെ ഇടുന്നവരും അല്ലേ, ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ 3 തേങ്ങ ഒന്നിച്ച് വീഴുന്നു പറയുന്നവരും ഒക്കെ വരുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു ചിന്താ വിഷയം, അത് നിങ്ങളുടെ മുന്നിൽ ഇടുന്നു എന്ന് മാത്രം.
ഓക്കെ, അത് വേണം. ബിക്കോസ് നമുക്ക് സാമ്പത്തികമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ വളരെ പരിതാപകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾ ഒത്തിരിയുണ്ട്. അവരോട് 300 രൂപ മേടിക്കുമ്പോൾ ആ 300 രൂപയിലെ മേജർ ഷെയർ 5 മിനിറ്റ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൊണ്ടുപോകുന്നുവെങ്കിൽ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മളുടെ സമീപ പ്രദേശത്തുള്ള ആരെങ്കിലും ഇതുപോലെ വലിയ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരുന്നതിനേക്കാൾ നമ്മുടെ കോളേജിലെ ഒരു പ്രതിഭയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് അതായിക്കൂടാ? ഓക്കെ, അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, ആ 45,000 പോയില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം പരിപാടികൾ നമുക്കിവിടെ ഓർഗനൈസ് ചെയ്യാമായിരുന്നു എന്നൂടെ ആലോചിക്കുക. ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഉണ്ടായ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കുറേയൊക്കെ നമ്മൾ കോളേജിൽ നിന്നും മറ്റു കാര്യങ്ങളും എല്ലാവരും ഒക്കെ ചെയ്തു. പക്ഷേ ഈ 45,000 അന്ന് നമ്മുടെ കയ്യിൽ ഇരുന്നിരുന്നു എങ്കിൽ, ചിന്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അല്ലാതെ ഞാൻ ആ മനുഷ്യൻ്റെ കഴിവുകളെയോ അയാൾ വന്നതിനെയോ അല്ലെ അവരെ കൊണ്ടുവന്നതിനെയോ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ചെറിയ എൻവയോൺമെൻറ്റിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സാമ്പത്തിക അച്ചടക്കമാണ്. എൻ്റെ ലൈഫിലും ഞാൻ എല്ലാവരോടും പറയുന്ന ഇതാണ്, ഫിനാൻഷ്യലി നമ്മൾ പ്ലാൻ ചെയ്യുക. ഓരോ ഇവൻറ്റിനെയും ഇത്ര വെച്ച് മാറ്റി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്കിതൊരു നല്ല ഒരു ദിവസത്തെ പ്രോഗ്രാം കൊണ്ടല്ലല്ലോ കോളേജ് ഡേ അല്ല കോളേജ് യൂണിയൻ ചെയ്യേണ്ടത്. കോളേജ് യൂണിയൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾക്ക് ഓരോന്നിനും ബജറ്റ് ചെയ്യുക. അങ്ങനെ ബജറ്റ് ചെയ്ത് ഒരു തവണ കോളേജ് യൂണിയനിൽ അഡ്വൈസറായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അത് ഞാൻ വലിപ്പം പറയുന്നതല്ല. 2019 കോളേജ് യൂണിയൻ അഡ്വൈസറായിരുന്നു. ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കോളേജിൽ പരിപാടി നടക്കുന്നുവെങ്കിൽ പരിപാടിക്ക് തലേ ദിവസം കംപ്ലീറ്റ് സ്റ്റുഡൻസും ഡൊണേറ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ എത്തിയാൽ നല്ല രീതിയിൽ നടത്തും. ആ നല്ല രീതിയിൽ നടത്തുകയും അത് സുരേഷ് സാറ് പ്രിൻസിപ്പലായിട്ടിരുന്ന EB സുരേഷ് കുമാർ സാർ പ്രിൻസിപ്പലായിരുന്ന സമയത്താണ് എല്ലാ പരിപാടികളും, ഒരു ഗാനമേള ഉൾപ്പെടെ അന്ന് ഇവിടെ എന്താ പറയുക ഗവൺമെൻറ് ബാൻഡായിട്ട് പോലും വേണ്ടാത്ത ചില നടപടികളൊക്കെ പിള്ളേരുടെ ആവശ്യപ്രകാരം ചെയ്തു കൊടുത്തു. അതിന് ഞാനും കൂട്ടുനിന്നാണ്. പിള്ളേരല്ലേ, ഓളം വേണം, കാര്യങ്ങൾ വേണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനും എല്ലാത്തിനും ബജറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്ത ലാസ്റ്റ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാർച്ച് 29 കോളേജ് 30-31 ക്ലോസ് ചെയ്യുകയാണ്. മാർച്ച് 29 കോളേജ് യൂണിയൻ്റെ വരവ് ചെലവ് കണക്ക് പബ്ലിഷ് ചെയ്തിട്ട് 650 രൂപ സംതിങ് എന്തോ ബാലൻസ് വന്നു. പ്ലസ് കുറച്ച് എമൗണ്ട് ഞങ്ങളൊരു ക്ലോക്ക് വാങ്ങി നമ്മുടെ രാജകുമാരി കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെയ്തു വെച്ചു. ബിക്കോസ് ആ കോളേജ് യൂണിയനെ ഓർത്തിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ആ കോളേജ് ക്ലോക്ക് മേ ബി ഇപ്പോൾ വർക്കിംഗ് അല്ല, വലിയൊരു ക്ലോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വരെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം നമ്മളൊന്ന് കൺട്രോളിൽ കൊണ്ടുവന്നാൽ നമ്മൾക്ക് എന്താ പറയുക, ആ സാമ്പത്തിക പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇവൻറ്റ്സ് എന്താണ്, എന്ത് ചെയ്യണം, എന്തിനെന്ത് മാറ്റിവെക്കണം എന്നൊരു പ്ലാനിങ്ങോടുകൂടി ഇനി അങ്ങോട്ട് പ്രവർത്തിക്കും. ഇനി വരുന്ന നിങ്ങൾ ഈ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവരാണ് അടുത്ത വർഷങ്ങളിലെ കോളേജ് യൂണിയനിലേക്ക് പ്രതിനിധികളായിട്ട് വരേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക പ്ലാനിങ് ആണ്. ഇവിടെ പ്ലാനിങ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആ 45,000 ഒരു വിഷമം എൻ്റെ മനസ്സിൽ അന്നും ഇന്നും കിടക്കുന്നുണ്ട്. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ കോളേജിന് വേണ്ടി ചെയ്യുന്ന ഒരു എമൗണ്ട് ഭൂരിഭാഗം ഒരു വ്യക്തി കൊണ്ടുപോകുന്നതിനോട് എന്തോ എനിക്ക് അത്ര വലിയ, അതുകൊണ്ട് ഇനി അത് ആ ഒരു ചിന്തിക്കാനുള്ളൊരു വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായിട്ടും ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ ഈ കോളേജ് യൂണിയനിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ പ്രവർത്തികൾക്കെല്ലാം ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും അവരെ ഒരിക്കൽ കൂടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിലെങ്കിലും ഇവിടെ വന്ന് നിന്ന് നിങ്ങളെ മുന്നിൽ സംസാരിക്കാൻ ഒരു വേദി തന്നതിന്, പ്രത്യേകിച്ച് ഇറങ്ങി പോകുന്നതിന് മുന്നേ ഈ കംപ്ലീറ്റ് കോളേജിലെ സ്റ്റുഡൻസിനെ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ ഇനിയൊരു വേദിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ജീവിതത്തിൽ അച്ചടക്കം, അത് മേ ബി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ ഒരു ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിൻ എന്നൊരു പേര് കേൾക്കുമ്പോൾ എന്നെ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത് മേ ബി ഞാൻ മുമ്പേ അണിഞ്ഞ വേഷം കൊണ്ടാണ്. പക്ഷെ അത് എല്ലാത്തിലും ഒന്നും ഞാൻ പെർഫെക്റ്റ് അല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, എന്തുമായിക്കോട്ടെ നമുക്ക് കഴിവുകളിൽ ഏറ്റക്കുറച്ചിലുകൾ വേണം. പക്ഷേ എടുക്കുന്ന എഫേർട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് 100% അല്ലെ 101% ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. ഈ കോളേജ് യൂണിയൻ്റെ ഇന്നത്തെ കോളേജ് ഡേ ആക്ടിവിറ്റീസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സർ. സാറിന് യൂണിയന്റെ വക ഒരു സ്നേഹോപകാരം അർപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അപദേ ഓമനക്കുട്ടനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്യാംകുമാർ സാറിനെയും ക്ഷണിക്കുന്നു.